ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ 172ാമത്തെ സെഷനാണല്ലോ ഇത്. 6ാം സദനത്തെക്കുറിച്ചുള്ള 12ാമത്തെ വിചിന്തനവും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. 11 അധ്യായങ്ങളാണല്ലോ 6ാം സദനത്തെക്കുറിച്ച് മദ്രേസ്യ പങ്കുവെക്കാൻ എടുക്കുന്നത്. അതിൽ 3ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ 4ാമത്തെ ഖണ്ഡികർ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത്. അവിടെ നമ്മൾ നിർത്തിയ ഭാഗത്ത് ഇങ്ങനെ കാണുകയുണ്ടായല്ലോ, നിങ്ങൾക്കുണ്ടാകുന്ന അരുളപ്പാടുകൾ ദൈവത്തിൽ നിന്ന് വരുന്നവയായിരുന്നാലും അതുകൊണ്ട് മാത്രം നിങ്ങൾ കൂടുതൽ നല്ലവരാണെന്ന് വരികയില്ല. ഫരിസയരോട് അവിടെ ധാരാളം സംസാരിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ അരുളപ്പാടുകളെ കുറിച്ചാണ് യഥാർത്ഥം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുളപ്പാട് നമുക്കുണ്ടായി എന്നുള്ളത് നമ്മുടെ നന്മയുടെ അടയാളമല്ല, മറിച്ച് ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയുടെ അടയാളമാണ്. ദൈവത്തിന്റെ കരുണയിൽ നന്മയിൽ അവിടെ നമ്മൾ സംസാരിക്കാനായിട്ട് തിരുവുള്ളമായി എന്ന് മാത്രം കരുതിയാൽ മതി. മദ്രേസ്യ ഒരു ന്യായമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈശോയുടെ ശുശ്രൂഷാകാലത്ത് ഫരിസയരോടും എന്ന് മാത്രമല്ല ഒറ്റക്കിടക്കാൻ വന്ന യൂദാസിനോട് പോലും ഈശോ സംസാരിച്ചു. അപ്പൊ ഈശോ സംസാരിക്കുക എന്നുള്ളത് ഈശോയുടെ നന്മയുടെ അടയാളമാണ്. അത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ നന്മയുടെ അടയാളം. അവരുടെ മദ്രസ പറയുകയാണ്, ഫരിസയരോട് അവിടെ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടി എന്നതിന്റെ പേരിൽ നമുക്കെന്തെങ്കിലും നന്മയുണ്ടെന്ന് ഒരിക്കലും ചിന്ത തലയ്ക്കകത്ത് കയറ്റരുത്. അത് കൊണ്ട് പറയുകയാണ്, അതിനാൽ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളിൽ നിന്ന് എന്തുമാത്രം പ്രയോജനം നിങ്ങൾ എടുക്കുന്നുവോ അത്ര മാത്രമേ അവ ഗുണകരമായിരിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആ വചനം, തിരുവചനം ദൈവം എന്തിനു വേണ്ടി നമുക്ക് തരുന്നു, എന്താ ദൈവം അവിടെ ആവശ്യപ്പെടുന്നത്, അതനുസരിച്ച് നമ്മളിൽ മാറ്റം വരുത്തണം, അവിടത്തേക്ക് ഉത്തരം കൊടുക്കണം. അപ്പോഴേ നമുക്ക് നന്മ ഉണ്ടാവുകയുള്ളൂ. വിശുദ്ധ ലിഖിതങ്ങളുമായി അവയ്ക്ക് പൊരുത്തമില്ലെങ്കിൽ പിശാചിന്റെ വചനങ്ങളെക്കാൾ അധികം അവയെ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. ഇനി അരുളപ്പാടുകളെല്ലാം കേട്ടത് കൊണ്ട് മാത്രം ദൈവത്തിന്റെ അവിടെ നിർബന്ധമില്ല. വിശുദ്ധ ലിഖിതങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകുന്നില്ല എങ്കിൽ അത് പിശാച് പറഞ്ഞതായിട്ട് തന്നെ കരുതിയാൽ മതിയാവും. ആ വചനങ്ങൾ ഉത്ഭവിക്കുന്നത് നിങ്ങളുടെ ഭാവനാശക്തിയുടെ ദൗർബല്യത്തിൽ നിന്നായിരുന്നാലും വിശ്വാസത്തിനെതിരായ പരീക്ഷകളെ എന്നവണ്ണം അവയെ നിഷേധിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നമ്മുടെ തന്നെ ഭാവന, നമ്മുടെ ആഗ്രഹ അഭിലാഷങ്ങള്, നമ്മുടെ ഉള്ളിന്റെ പ്രത്യേകമായ അവസ്ഥയിൽ നിന്നും നമുക്ക് അരുളപ്പാടുകൾ പോലെയുള്ള സന്ദേശങ്ങളോ സ്വരങ്ങളോ ഒക്കെ കേൾക്കാൻ ഇടവരാവുന്നതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ വചനത്തിന് അനുസൃതമല്ല അവയെങ്കിൽ നമ്മൾ അവയെ പിഞ്ചൊല്ലേണ്ടതില്ല. എങ്കിലേ അവ സാവധാനത്തിൽ നിലയ്ക്കുകയുള്ളൂ. അവ തീരെ ബലഹീനമാകിയാൽ നിലയ്ക്കാതിരിക്കുകയുമില്ല. നമ്മുടെ തന്നെ സ്വഭാവ പ്രകൃതത്തിൽ നിന്നും പൊങ്ങി വരുന്ന സ്വരങ്ങളാണ് അരുളപ്പാട് പോലെ തോന്നുന്നത് എങ്കിൽ അവഗണിച്ചാൽ അത് തന്നെ തീർന്നു പൊയ്ക്കൊള്ളും. അങ്ങനെ മനസ്സിലതോട് പറയുകയാണ്. 5ാമത്തെ ഖണ്ഡിക, ആരംഭിച്ച വിഷയത്തിലേക്ക് പിന്തിരിയാം. അരുളപ്പാടുകൾ ഉള്ളിൽ നിന്നോ മുകളിൽ നിന്നോ പുറമേ നിന്നോ എവിടെ നിന്ന് വന്നാലും അവയുടെ ഉത്ഭവം ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് സംശയിക്കേണ്ടതില്ല. അപ്പൊ അത് തന്നെ പറഞ്ഞിരുന്നല്ലോ, ഒരു 5 സാധ്യതകൾ ഈ അരുളപ്പാടുകൾ കേൾക്കാനായിട്ട്. അതാമത്തെ എടുത്തു പറയുന്നത്, ഇപ്പം ഉള്ളിൽ നിന്ന് വരാം, പുറമെ മുകളിൽ നിന്ന് വരാം, നമ്മുടെ ആത്മാവിന്റെ ഉപരിതലത്തിൽ നിന്ന് വരാം. എവിടെ നിന്ന് വന്നാലും അതിനപ്പുറത്ത് നമ്മുടെ തന്നെ അധപതിച്ച പ്രകൃതം, പിശാചിന്റെ സ്വഭാവ ഇടപെടൽ അങ്ങനെയുള്ളതുണ്ട്. അതേപോലെ മതത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നു, മുകളിൽ നിന്ന് കേൾക്കുന്നു, ആത്മാവിന്റെ ഉപരിതലത്തിൽ കേൾക്കുന്നു, എന്തുമായിക്കോട്ടെ, എങ്ങനെയായാലും അവയുടെ ഉത്ഭവം ദൈവത്തിൽ തന്നെയാണല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ സംശയിക്കേണ്ടതില്ല എന്നുള്ളതിന്റെ അസന്നിഗ്ധമായ ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്. ദൈവത്തിൻ്റെതാണ് ഒരു അരുളപ്പാട് നമ്മൾ കേൾക്കുന്നത് എങ്കിൽ ചില ലക്ഷണങ്ങളുണ്ട്. അമ്മത്തെ കണ്ടി പറയുകയാണ്. 1, സർവത്ര സുനിശ്ചിതമായ 1ാമത്തെ ലക്ഷണം അവയുടെ ഉദീരണത്തിലും തുറന്നുള്ള പ്രവർത്തനങ്ങളിലും പ്രത്യക്ഷമാകുന്ന അധികാരവും പ്രഭാവവും അത്രേ. അത് വലിയൊരു അധികാരത്തോടു കൂടിയുള്ള, അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ള, കരുത്തുള്ള ഒരു അരുളപ്പാടായിട്ട് നമുക്ക് അനുഭവപ്പെടും. അധികാരം എന്ന് പറയുന്നത് ദൈവികമായ ഒരു പവർ അതിനകത്തുണ്ടാവും. അത് വിശദീകരിക്കുകയാണ്. അല്പം കൂടി വിശദീകരിക്കാം. മേൽ വിവരിച്ച സകല ക്ലേശങ്ങളും ആന്തര വ്യഥകളും ബുദ്ധിയുടെ അന്ധകാരവും ശുഷ്കതയും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് ഇതുപോലൊരു വചനം, ഉദാഹരണമായി വ്യസനിക്കേണ്ട, കേൾക്കുന്ന അരുളപ്പാട് വ്യസനിക്കേണ്ട എന്നുള്ളതായിരിക്കട്ടെ എന്ന് വിചാരിക്കുക. ഉദാഹരണം പറയുകയാണ്. അങ്ങനെ ഒരു വചനം കേട്ടാൽ ഉടൻ തന്നെ അവൾക്ക് ആശ്വാസം ഉണ്ടാകുന്നു. വേറെ ഒരു വാക്ക് കേൾക്കേണ്ടതില്ല. എന്തുമാത്രം പ്രകാശമാണ് അവൾ നിറയുന്നത്. സകല ക്ലേശങ്ങളിൽ നിന്ന് അവൾ സ്വതന്ത്രയാകുന്നു.
സകല പണ്ഡിതന്മാരും ലോകം മുഴുവനും ഒന്നിച്ചു ചേർന്ന് എന്തുമാത്രം പണിപ്പെട്ടാലും വ്യസനിക്കാതിരിക്കുവാൻ ന്യായം പറഞ്ഞു തന്ന് തന്റെ കഷ്ടതകൾ അവസാനിപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. കുമ്പസാരക്കാരനും മറ്റുള്ളവരും തനിക്ക് പിശാചുബാധയാണെന്ന് പറയുന്ന നിമിത്തം അവൾ ആകുലപ്പെട്ട് ഭയവിഹുലയായിരിക്കുന്നെങ്കിൽ പേടിക്കണ്ട, ഞാൻ തന്നെയാണ് എന്ന ഏക ശബ്ദം കേൾക്കുന്ന മാത്രയിൽ പേടിയെല്ലാം നീങ്ങി അത്യന്തം ഭദ്രമായ സമാധാനം പ്രാപിക്കുന്നു. ഇതാണ് അമൃത പറഞ്ഞത്. ദൈവത്തിന്റെ അരുളപ്പാടിന്റെ കൂടെ വലിയ ഒരു അധികാര അനുഭവം, അധികാരത്തോട് പറയുന്ന ഒരു വാക്കിന്റെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവും, ഒരു പ്രാഭവം ഉണ്ടാവും, കരുത്തുണ്ടാവും, തേജസ് ഉണ്ടാവും, മഹത്വം ഉണ്ടാവും. അതിന്റെ അനുഭവം എന്താണ്? ആ ഒരൊറ്റ വാക്കുകൊണ്ട് അരുളപ്പാട് കിട്ടുമ്പോൾ തന്നെ സകല ഭയവും കലക്കവും അസ്വസ്ഥതയും എല്ലാം അപ്രത്യക്ഷമാകും. അതുപോലെയുള്ള ഒരു ഉറപ്പുള്ള സ്വരമായിരിക്കും അത്, വാക്കായിരിക്കും അത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ലക്ഷണം. ഒരു അരുളപ്പാട് ദൈവത്തിൻ്റെതാണെങ്കിൽ അതിൻ്റെ കേൾവിയിലും തുറന്നുള്ള അനുഭവത്തിലും വളരെ ദൈവികമായ ഒരു അധികാര സ്പർശനവും പ്രാഹവും പ്രകടമാകും. ഉദാഹരണത്തിന് പറഞ്ഞു, വ്യസനിക്കേണ്ട എന്ന് കേൾക്കുന്നു, അല്ല പേടിക്കേണ്ട ഞാൻ തന്നെയാണ് എന്ന് കേൾക്കുന്നു. അത് ഉള്ളിലാണ് കേൾക്കുന്നത്. പക്ഷെ അതോടുകൂടെ എത്ര വ്യക്തികൾ, എത്ര ആത്മീയ പിതാക്കന്മാരോ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ എത്ര നാളുകൾ, എത്ര മണിക്കൂറെടുത്ത് സംസാരിച്ചാൽ പോലും ഉണ്ടാകുമായിരുന്നില്ലാത്തതായ ഉറപ്പും സമാധാനവും വ്യക്തതയും ഒരൊറ്റ വാക്കുകൊണ്ട് ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കിട്ടുന്ന ആ ഒരു ഉറപ്പ്, ആ വിശ്വാസത്തെ, ആ ഉറപ്പിനെ ശിഥിലമാക്കുവാൻ ആർക്കും സാധിക്കുകയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. പിന്നെയും ഗൗരവാവഹമായ ചില കാര്യ നടത്തിപ്പിനെ കുറിച്ച് അതീവ ഉത്കണ്ഠയോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിശ്ചയമൊന്നും ഇല്ലാതിരിക്കാൻ ശാന്തമായിരിക്കുക, എല്ലാം ശുഭമായിക്കൊള്ളും എന്ന് നമ്മൾ കേൾക്കുന്നു. ഇനി വേറൊരു സാഹചര്യം, ചില ഗൗരവമുള്ള വിഷയങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്, എങ്ങനെ ശരിയാകും? മദ്രസയിൽ തന്നെ അനുഭവം നമുക്കറിയാം. പുതിയ നവീകരണ സഭ സ്ഥാപിച്ചുകൊണ്ട് അനേകം മഠങ്ങൾ സ്ഥാപിക്കുന്നു, അതിനുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു, പുതിയ പിള്ളേരെ അതിനുവേണ്ടി പ്രവേശനം കൊടുക്കുന്നു, അവർക്ക് പരിശീലനം കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ, യാത്രകളും അത് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എതിർപ്പുകളും എല്ലാം ഒത്തിരി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള നീങ്ങുന്നതിനിടയിൽ ശാന്തമായിരിക്കുക, എല്ലാം ശുഭമായിക്കൊള്ളും എന്നൊരു അരുളപ്പാട് ഉള്ളിൽ കിട്ടിക്കഴിയുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പം എല്ലാം ഭംഗിയായിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു ആണെങ്കിൽ പോലും ഒരു സമാധാനം ഉണ്ടാവും. ശാന്തമായിരിക്കുക, എല്ലാം ശുഭമായിക്കൊള്ളും എന്നവൾ കേൾക്കുന്നു. ഉടനെ പരിഭ്രമം എല്ലാം നീങ്ങി അവൾക്ക് നല്ല ഉറപ്പുണ്ടാകുന്നു. അതുപോലെ അനേകം സംഗതികൾ. അപ്പോൾ ഇത് അമൃതസ് പറഞ്ഞ് വ്യക്തമാണല്ലോ. ദൈവികമായ സ്വരമാണെങ്കിൽ അതിനോട് കൂടെ വലിയൊരു ആധികാരികമായൊരു സ്പർശനം, ഒരു ഉറപ്പ് ഉണ്ടാകും. മനുഷ്യ വാക്കുകൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയല്ല, അങ്ങനെ ഉണ്ടാവുകയല്ല. പിശാചിന്റെ സ്വരം നമ്മുടെ തന്നെ തോന്നല് അരുളപ്പാട് പോലെ കേൾക്കുന്നതായാൽ ഈ ഒരു ഫലം ഉണ്ടാവുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ലക്ഷണം ദൈവത്തിന്റെ അരുളപ്പാടാണെങ്കിലും, ആറാമത്തെ ഖണ്ഡിക, ആത്മാവിനുണ്ടാകുന്ന അചഞ്ചലമായ പ്രശാന്തതയും ഭക്തി നിർഭരവും സമാധാനപൂർണവുമായ അനുചിന്തന ഉത്സുകതയും അത്രേ ദൈവസ്തുതികൾ പാടുവാൻ അവൾ സന്നദ്ധയായിത്തീരുന്നു. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് കഴിഞ്ഞാൽ അതോടനുബന്ധിച്ച് അതിനുശേഷം അത് തുടർന്ന് ആത്മാവില് വലിയ പ്രശാന്തത ഉണ്ടാവുന്നു, ഭക്തി നിർഭരമായ ഒരു അടുപ്പം ദൈവത്തിനുണ്ടാവുന്നു, സമാധാനപൂർണമായ അനുചിന്തന ഉത്സുകത, അനുചിന്തന ധ്യാനം നമ്മൾ മദ്രസ നമ്മൾ കണ്ടതാണ്. ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് അവധാനപൂർവ്വം ചിന്തിച്ച് അതിൽ ഉള്ളു ചേർത്ത് നിർലീനമായ അവസ്ഥയിൽ ഉള്ളായിരിക്കുന്ന ഒരു ധ്യാനാത്മകത, സമാധാനം നിറഞ്ഞ ഒരു ധ്യാനാത്മകത. അതോടൊപ്പം ദൈവസ്തുതികൾ പാടാനാണ് വലിയ സന്നദ്ധതയും തീഷ്ണത. ദൈവമേ നന്ദി, 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 ഇങ്ങനെ പറയാനുള്ള പ്രേരണ ഉണ്ടാവും. ഇത് അടുത്ത ലക്ഷണമാണ്, രണ്ടാമത്തെ ലക്ഷണമാണ്. കർത്താവേ, അങ്ങയുടെ ഒരു ദൂതൻ വഴി, ബ്രാക്കറ്റ് മദ്രസ പറയണേ, ഏതാദൃശ വചനങ്ങൾ വിശിഷ്യ ഈ സദനത്തിൽ കേൾക്കുന്നവ കർത്താവ് തന്നെ നേരിട്ടല്ല ഉച്ചരിക്കുന്നത്, പ്രത്യേക ഒരു മാലാഖയോ മറ്റോ വഴി ആയിരിക്കുമെന്ന് കരുതപ്പെടുന്നു. കാരണം ഇവിടെ 6ാം സദനത്തിലേ ആയിട്ടുള്ളൂ, കർത്താവ് 7ാം സദനത്തിലാണ്, അവിടുന്നുമായിട്ട് ഒന്നായിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഈ അരുളപ്പാടുകൾ അവിടെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന നിർബന്ധമില്ല, ഒരു ദൂതൻ വഴി ആയിരിക്കാം. അങ്ങനെ ആയിക്കോട്ടെ. കർത്താവേ, അങ്ങയുടെ ഒരു ദൂതൻ വഴി അങ്ങ് അയക്കുന്ന ഒരു വചനത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടെങ്കിൽ അങ്ങയോട് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആത്മാവിൽ
അങ്ങ് നിക്ഷേപിക്കുന്ന ശക്തിവിശേഷം എന്തായിരിക്കും എന്നൊരു ആശ്ചര്യം അമദ്രേസ്യ സന്തോഷത്തോടെ പങ്കുവെക്കുകയാണ്. ഒരു ദൂതനും വഴി അങ്ങൊരു വാക്ക് പറയുമ്പോൾ ഇതുപോലെയുള്ള അനുഭവ നിറവ്, കരുത്ത്, സമാധാനം കിട്ടുമെങ്കിൽ അങ്ങ് തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കുന്ന ഏഴാം സദന അനുഭവത്തിന് എന്ത് അനുഭവമായിരിക്കും ഒരു ആത്മാവിൽ നിറയുക എന്ന മദ്രേസ്യ ആശ്ചര്യപ്പെട്ട് ദൈവത്തെ സ്തുതി പറയുകയാണ്. ഏഴാമത്തെ ഖണ്ഡിക. മൂന്നാമത്തെ ലക്ഷണം, അതായത് ഒരു അരുളപ്പാട് ദൈവത്തിൽ നിന്നാണോ അല്ലെന്ന് തിരിച്ചറിയാൻ. മൂന്നാമത്തെ ലക്ഷണം, ഈ വചനങ്ങൾ ദീർഘകാലത്തേക്ക് ഓർമ്മയിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കും എന്നതാണ്. അത് പെട്ടെന്ന് മറന്നു പോവുകയല്ല. സ്വപ്നങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ദൈവം നൽകുന്ന സ്വപ്നങ്ങളുണ്ട്, ചുമ്മാ വെറുതെ സ്വപ്നങ്ങളുണ്ട്. നമുക്ക് ഒരു ദിവസം ഇടപെട്ട് പോകുമ്പം വ്യാപരിച്ച കാര്യങ്ങൾ, മേഖലകൾ, ഇടപെട്ട സംഭവങ്ങൾ, കേട്ട കാര്യങ്ങൾ, ഇടപെട്ട വ്യക്തികൾ, വായിച്ചറിഞ്ഞ കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ മനസ്സിൽ കിടന്നിട്ട് നമ്മുടെ ഉത്കണ്ഠ, ആകുലത, ആകാംക്ഷ എല്ലാം വെച്ചുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് പല സ്വപ്നം ഉണ്ടാകാൻ രാത്രിയിലും. അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം ചില സ്വപ്നങ്ങൾ അനുവദിച്ചിട്ട് ചില സന്ദേശങ്ങൾ തരുന്നുണ്ടാവാം. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ വഴി സ്വപ്നം ഉണ്ടായാൽ നമ്മൾ നേരം എടുത്ത് എണീറ്റ് കഴിയുമ്പോൾ ആ സ്വപ്നത്തിൻ്റെ പല വിശദാംശങ്ങളും കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കും, മാഞ്ഞു പോവുകയല്ല. നാളുകൾ കഴിയുമ്പോഴും അതിൻ്റെ ആ ചില വിശദാംശങ്ങൾ മനസ്സിൽ തെരഞ്ഞു നിൽക്കും. അങ്ങനെ പ്രത്യേകതയുണ്ട് ദൈവം നൽകുന്ന സ്വപ്നങ്ങളൊക്കെ. അതോടൊപ്പം പാപത്തസെ പറഞ്ഞ പോലെ സമാധാനവും പ്രത്യാശയും ശാന്തതയും വ്യക്തതയൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ പക്കൽ നിന്നാണ് അരുളപ്പാട് വരുന്നത് എങ്കിൽ ആ വചനങ്ങൾ ദീർഘകാലത്തേക്ക് ഓർമ്മയിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കും എന്നുള്ളതാണ്. ചിലത് ഒരിക്കലും മറക്കുകയില്ല, ഒരിക്കലും പിന്നെ മറക്കാൻ പറ്റാത്ത പോലെ നിൽക്കും. സാധാരണമായി നാം കേൾക്കാറുള്ള വാക്കുകൾ എത്ര മഹാന്മാരുടെയും വിജ്ഞാനികളുടേതുമായിരുന്നാലും ഇത്രമാത്രം ദൃഢമായി മനസ്സിൽ പതിയുകയില്ല. അവ ഭാവിയെ സംബന്ധിക്കുന്നതായിരുന്നാൽ തന്നെയും ഈ അരുളപ്പാടുകൾ പോലെ നമ്മൾ വിശ്വസിക്കുകയുമില്ല. ദൈവിക അരുളപ്പാടല്ലാത്ത സ്വരങ്ങളാണ്. ഇങ്ങനെ ആരെങ്കിലും അധികാരികളോ വലിയ ആൾക്കാർ പറയും എല്ലാം ശരിയായിക്കോളും, സംഭവം എല്ലാം ഭംഗിയായിട്ട് വന്നോളും എന്ന് എത്ര ഉറപ്പിച്ച് പറഞ്ഞാലും നമുക്കത്ര വിശ്വാസം വരികയല്ല. നമ്മൾ കേൾക്കും പുഞ്ചരിയോടെ താങ്ക് പറയും, പക്ഷെ അത്ര വിശ്വാസം വരണമെന്നില്ല. അതത്ര മനസ്സിൽ പതി നിൽക്കുകയില്ല. മനസ്സിൽ പറയുകയാണ്, ചിലപ്പോൾ തികച്ചും അസംഭവ്യമെന്ന് തോന്നാവുന്ന ഏതാനും കാര്യങ്ങളിൽ അവ സംഭവിക്കുമോ ഇല്ലോ എന്ന സംശയവും മനസ്സിൽ ചാഞ്ചല്യവും ഉണ്ടാകാതിരിക്കുകയില്ല. എങ്കിലും അവയെക്കുറിച്ച് അചഞ്ചലമായ ഉറപ്പും അഭേദ്യമായ ഭദ്രതയും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ചില വിഷയങ്ങളെക്കുറിച്ചുള്ള അരുളപ്പാട് കിട്ടിക്കഴിയുമ്പം അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് എതിർപ്പുകളുണ്ട്, അസംഭാവ്യമായ പല സാഹചര്യങ്ങളകത്ത് കിടപ്പുണ്ട്, എങ്ങനെ നടക്കുന്നത് ഒരു സാഹചര്യ സാധ്യത കാണുന്നില്ല. അങ്ങനെയാണ് പശ്ചാത്തലം, അതിൻ്റെ സാഹചര്യമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില സംശയങ്ങൾ തോന്നിയേക്കാം. സംശയവും മനസ്സിൽ ചാഞ്ചല്യവും ഉണ്ടാകാതിരിക്കുകയില്ല. പക്ഷേ അചഞ്ചലമായ ഒരു ഉറപ്പും അഭേദ്യമായ ഭദ്രതയും അതേക്കുറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുകയും ചെയ്യും. നമ്മുടെ ബുദ്ധിയും മനസ്സും ഭാവനയൊക്കെ അല്പം ചകഞ്ഞിട്ട് സംഭവിക്കുമോ നടക്കുമോ, മാനുഷിക മനോഭാവങ്ങളും ഒക്കെ ഇങ്ങനെ സംശയങ്ങളൊക്കെ അല്പം എടുത്തു പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല അചഞ്ചലമായ ഉറപ്പും അഭേദ്യമായ ഭദ്രത നമുക്ക് ഉണ്ടായിരിക്കും. ആത്മാവിൽ ശ്രമിക്കുന്നതിന് നേരെ വിപരീതമാണ് സംഭവങ്ങളുടെ ഗതിയെന്ന് തോന്നിയാലും, വർഷങ്ങൾ തന്നെ അങ്ങനെ കടന്നുപോയാലും, മനുഷ്യർക്ക് അജ്ഞാതമായ മാർഗങ്ങൾ ദൈവം പ്രയോഗിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്തതുപോലെ ഒടുവിൽ സംഭവിക്കുമെന്നുമുള്ള സുപ്രതീക്ഷ ഒരിക്കലും അവളെ വിട്ടുമാറുകയില്ല. അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്യും. അപ്പം അരുളപ്പാട് കിട്ടി, നല്ല ഉറപ്പോടെ സ്വീകരിച്ചു, നല്ല ആശ്വാസമുണ്ടായി. പക്ഷെ പിന്നീട് വരുന്ന മാസങ്ങൾ, വർഷങ്ങൾ എതിരോടുള്ള അനുഭവങ്ങൾ തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ നടക്കാൻ പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. എങ്കിൽ പോലും ഒരു പ്രതീക്ഷ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. തമ്പുരാൻ അസാധ്യമായിട്ട് ഒന്നുമില്ല, അവിടുന്ന് പറഞ്ഞത് തന്നെ സംഭവിക്കുക തന്നെ ചെയ്യുന്നുള്ളൊരു ഉറപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ. നമ്മുടെ പഴയ നിയമത്തിലെ പൂർവ്വപിതാവായ ജോസഫിന് ദൈവം കൊച്ചുനാളിൽ 17 വയസ്സുള്ളപ്പോൾ 2 സ്വപ്നം കാണിച്ചു കൊടുത്തു. കറ്റകൾ അവൻ്റെ കറ്റകളെ വണങ്ങുന്നു, സഹോദരന്മാരുടെ കറ്റകൾ, സൂര്യനും ചന്ദ്രനും 10 നക്ഷത്രങ്ങളും അവനെ വണങ്ങുന്നു. അങ്ങനെ അതുവഴിയായിട്ട് വലിയൊരു സൂചന, അവൻ വലിയ വ്യക്തിയായിട്ട് തീരുമെന്നുള്ളൊരു സൂചന, ഒരു അരുളപ്പാട് പോലെ ആ ദർശനത്തിൽ കൂടെ അവന് കിട്ടുകയായിരുന്നു. പക്ഷെ പിന്നീടുണ്ടായ സംഭവങ്ങൾ മുഴുവൻ നേരെ എതിരോടാണ്. സഹോദരന്മാർ അവരെ കൊല്ലാൻ നോക്കുന്നു, അടിമയായിട്ട് വിറ്റ് കളയുന്നു. പൊത്തിഫർ അവനെ വാങ്ങുന്നു, അവിടെ ഭാര്യ അവനെ പാപത്തിന് പ്രേരിപ്പിക്കുന്നത്, വഴങ്ങാത്തവർ അവിടെ നിന്ന് ജയിലിൽ പെടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു തരത്തിലും വലിയൊരു മഹാനായിട്ട് വലിയ വ്യക്തിയായിട്ട് മാറും, എല്ലാവരും വണങ്ങുന്ന അവസ്ഥയിലേക്ക് വരും. ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോലും അവസാനം പൂർത്തിയാവുകയാണ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അരുളപ്പാട് വഴി കിട്ടുന്ന ഒരു ഉറപ്പ്
പക്ഷെ പിന്നീട് മാസങ്ങളും വർഷങ്ങളും തന്നെയും അതിന്റെ ഒരു സൂചനയുമില്ല കാര്യങ്ങൾ പോയാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലാണ്ട് ഉറപ്പ് ഇങ്ങനെ നിലനിൽക്കും എന്ന് മദ്രസ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസം നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.